ഹലോ ഹായ് വെൽക്കം ടു ഓൾ. എല്ലാവരും സുഖമായി സേഫ് ആയിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. നമുക്കിപ്പം നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി എന്താണ്, അവരുടെ ഇപ്പോഴത്തെ ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. സോ നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നത് മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ട് കളയുക. നെഗറ്റീവിനെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്യാതിരിക്കുക. ടൈംലെസ് ആയതുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് എപ്പോൾ വരുന്നോ അപ്പോൾ നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് എനർജി എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്? നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് എനർജി എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്? ഫീലിങ്സ് എന്താണ്, അവരുടെ കറന്റ് എനർജി എന്താണ്? രാത്രി കാഴ്ചെടുത്ത് നോക്കാം. അവരുടെ എനർജി എന്താണ്, അവരുടെ ഫീലിങ്സ് എന്താണ്, കറന്റ് സിറ്റുവേഷൻ. എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. Knight of Wands. Seven of Swords വന്നിട്ടുണ്ട്. നിങ്ങളുടെ വ്യക്തിയുടെ കറന്റ് സിറ്റുവേഷൻ എന്താണ്, കറന്റ് എനർജി എന്താണ്? Five of Cups വന്നിട്ടുണ്ട്. Nine of Cups വന്നിട്ടുണ്ട്. Ten of Pentacles, Eight of Cups, The High Priestess വന്നിട്ടുണ്ട്. Four of Cups വന്നിട്ടുണ്ട്. Three of Swords വന്നിട്ടുണ്ട്. ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത് എയ്റ്റ് ഓഫ് സോർട്സ് ആണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജി ഇപ്പൊ നോക്കുകയാണെങ്കിൽ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഇപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷൻ, ബ്രേക്കപ്പ് സിറ്റുവേഷൻ, ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ഒക്കെ ആയിരിക്കാം. നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അതുമായി കണക്ട് ചെയ്യുന്നത് എടുക്കുക. ഓക്കെ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പൊ ഒരു സ്മൂത്ത് ഗോയിങ്ങിൽ പോവുകയാണെങ്കിലും നിങ്ങൾ തമ്മിൽ ഒരു ചെറിയൊരു വിട്ടു നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ, നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ കാണുന്നുണ്ട്. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ ഒരു സ്പിരിച്വൽ ജേർണിയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതായത് അവർക്ക് ഇപ്പോൾ ഒരു അവേക്കനിങ് ഉണ്ടായിരിക്കുകയാണ്, അവയർനെസ് ഉണ്ടായിരിക്കുകയാണ് ഇപ്പോൾ ഈ ഒരു സമയത്ത്. ഓക്കെ, നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ച് ഇപ്പോൾ അവർ സ്പിരിച്വലി കണക്ട് ആകുന്ന ഒരു സമയമാണ്. അതായത് അവരുടെ പാഷൻ എന്താണോ, അവരുടെ ഡ്രീം എന്താണോ അതിലേക്ക് അവർ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സമയമാണ്. ഓക്കെ, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിലേക്ക് വന്ന സമയത്ത് വളരെ സ്നേഹത്തിലും കാര്യത്തിലൊക്കെ ആയിരിക്കും. വളരെ സ്നേഹം നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും, ഭയങ്കരമായിട്ട് നിങ്ങൾ ഈ പേഴ്സൺ കെയർ ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് നിങ്ങളോട് പറയാതെ, നിങ്ങളുടെ അടുത്ത് ഒന്നും തന്നെ പറയാതെ നിങ്ങളെ ബ്ലോക്ക് ചെയ്ത് പോയിട്ടുണ്ടാകുക, അല്ലെങ്കിൽ നിങ്ങളെ വേണ്ടാന്ന് പറഞ്ഞു പോയിട്ടുണ്ടാകുക. എന്താ പറയാ, ബ്രേക്കപ്പിലേക്ക് പോകാം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാകാം ഈ പേഴ്സൺ. ഓക്കെ, ഇതിന്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇപ്പോൾ അവർ സ്പിരിച്വൽ ജേണിയിലൂടെ കടന്നു പോകുന്ന ഒരു അവസ്ഥയിലാണ്. ഓക്കെ, അതിപ്പോൾ അവർ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ പാഷൻ എന്താണോ, അവരുടെ ഡ്രീം എന്താണോ ആ ഒരു കാര്യത്തിലേക്ക് അവർ പോവുകയാണ്. അതിലേക്ക് അവർക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ അവർ എക്സ്പീരിയൻസ് ചെയ്യാണ്. ഓക്കെ, ഇത് എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളടുത്ത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല നിങ്ങളെ അവോയ്ഡ് ചെയ്ത് നിർത്തിയിട്ടുള്ളത്.
അവർക്ക് അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്ന സമയത്ത് പൊതുവെ ഒരു കാര്യവും എന്താ പറയാ ശരിക്കും ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഭയങ്കര കൺഫ്യൂഷൻസ് ഉണ്ടാകും. പല പല കാര്യങ്ങൾ അവരെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ അവർ അതിൽ പിടിച്ചു നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. സ്പിരിച്വൽ സ്ട്രെങ്ത് ആണ്, ഹോപ്പാണ്. ഓക്കെ, ഇപ്പോൾ അവർക്ക് അങ്ങനെ എന്താ പറയുക, ഒരു ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ഒന്നും ഇല്ലാത്ത ആളുകളാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ ഇപ്പൊ അതെല്ലാം നേടിയെടുക്കാനുള്ള ഒരു തന്ത്രപ്പാടിലാണ് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുള്ളത്. ഇതിലൊക്കെ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ട്, അതായത് അവരുടെ ലൈഫിലായിക്കോട്ടെ, അവരുടെ കരിയറിലായിക്കോട്ടെ, എന്താണെങ്കിലും ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ കൂടെ ഹാപ്പി ആയിട്ടുള്ള ഒരു ഫാമിലി ആകുക എന്നുള്ളതാണ് ആ പേഴ്സൺ ചിന്തിക്കുന്നത്. ആ പേഴ്സന്റെ വിചാരം അതാണ്. നിങ്ങളെ മാറ്റി നിർത്തുന്ന സമയത്ത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ആ പേഴ്സൺ നിങ്ങളെ വിട്ടുപോയി, നിങ്ങളെ ആലോചിക്കുമ്പോൾ അവർക്ക് സങ്കടമൊന്നുമില്ല, നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ച് നിർത്തുകയാണ്, എന്നീ വ്യക്തി ഞാൻ എത്ര സ്നേഹിച്ചിട്ടും മനസ്സിലാക്കുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടാകും. പക്ഷെ ഒരു കാര്യം ചിന്തിക്കുക, ഈ പേഴ്സണ് നിങ്ങളടുത്ത് ഇഷ്ടമില്ലാത്തത് കൊണ്ടല്ല. ഓക്കെ, ഇത് യൂണിവേഴ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് അവർക്ക് സ്പിരിച്വൽ അവേക്കനിങ് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവർ സ്പിരിച്വലി കണക്ട് ആകുന്ന സമയത്ത് അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളിലേക്ക് അവർക്ക് പോവേണ്ടതുണ്ട്. അതിപ്പം അവരായിട്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല, ഓട്ടോമാറ്റിക്കലി അവർ ചെയ്യുന്നതാണ്. അവര് പോലും അറിയാതെ അവർ ചെയ്തു പോകുന്നതാണ്. ഓക്കെ, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ യൂണിവേഴ്സ് ഇവിടെ ചെയ്യുന്നുണ്ട്. ചിലപ്പം എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി അവർക്ക് ഉണ്ടാകും, ഫാമിലിക്ക് ചെയ്തു കൊടുക്കേണ്ട എന്തെങ്കിലും കടമകൾ ഉണ്ടാകും. ഓക്കെ, അതുകൊണ്ടൊക്കെ നിങ്ങളെ മാറ്റി നിർത്തിയിട്ടുണ്ടാകാം. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് കണക്ട് ആവുന്നത് എടുക്കുക. ഓക്കെ, അതൊക്കെ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആ സമയത്ത് നമ്മൾ അവരെ വലിച്ചെടുത്തിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങളടുത്ത് സ്നേഹം ഇല്ലാത്തത് കൊണ്ടല്ല എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോവാതിരിക്കുക. ഈ ഒരു ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കും. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ടാകും. കാര്യം അവരുടെ പാഷൻ എന്താണെന്ന് സെലക്ട് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരെന്തിനാണ് ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത്, ഈ ഒരു ഇവിടെ എന്തിനാണ് അവർ ജനിച്ചിട്ടുള്ളത്, അവരെ ജനിപ്പിച്ചിട്ടുള്ളത് എന്നുള്ള ഒരു അവയർനെസ് അവർക്ക് വരുന്ന സമയത്ത്, അവേക്കനിങ് ഉണ്ടാകുന്ന സമയത്ത് അവരെ സംബന്ധിച്ച് അവർക്ക് അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ആണ്. അതാണ് അവരിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു സിറ്റുവേഷൻ ഇവിടെ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ആലോചിക്കുന്നത് പോലെയല്ല, അവർക്ക് പെയിൻ ആണ് നിങ്ങളെ മാറ്റി നിർത്തുന്നതിൽ. ഈ ഒരു കാര്യത്തിലേക്ക് എന്തിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിലുള്ളത് നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ആയിട്ടുള്ള ഫാമിലിയാണ്, നിങ്ങളുമായിട്ടുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ജീവിതമാണ് അവർ ആഗ്രഹിക്കുന്നത്. അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങളടുത്തോട്ട് വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് ഈ പേഴ്സൺ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സൺ സ്റ്റക്ക് ആയിട്ട് പോകുന്നുണ്ട് ചില സമയങ്ങളിൽ. ഓക്കെ, പക്ഷെ നിങ്ങളെക്കാട്ടി ഇമ്പോർട്ടൻസ് ഇപ്പോൾ ഈ പേഴ്സൺ കൊടുക്കുന്നത് അവരുടെ ഇഷ്ടങ്ങൾക്കാണ്. ഓക്കെ, നിങ്ങൾ സ്നേഹിക്കുന്ന സമയത്ത് നിങ്ങൾ ആലോചിക്കുക, നിങ്ങൾക്കുള്ളൊരു സ്പേസ് കീപ്പ് ചെയ്യുക, എപ്പോഴും ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ്. എപ്പോഴും നിങ്ങളടുത്ത് തന്നെ ഇരിക്കണം എന്ന് പറയുന്നത് കുറച്ചൊരു അബദ്ധമായിട്ടുള്ള കാര്യമാണ്. സ്നേഹമുണ്ട്, നിങ്ങളുമായിട്ടുള്ള ഒരു ഹാപ്പി ലൈഫാണ് അവർ ചിന്തിക്കുന്നത്. പക്ഷെ അതിന് വേണ്ട കാര്യങ്ങൾ നേടിയെടുക്കാനുള്ള ഒരു ഓട്ടത്തിലാണ്. ഓക്കെ, ഈ ഒരു സമയത്ത് അവർക്ക് ഡിപ്രഷൻ ഉണ്ടാകാം. അവർ ഒറ്റയ്ക്കിരിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കാം. അവരുടെ കാര്യങ്ങൾ എന്താണോ, അവരുടെ ഡ്രീം എന്താണോ, അതിലേക്ക് എങ്ങനെ പോകണം, അതിലേക്ക് എങ്ങനെ ഫോക്കസ് ചെയ്യണം, അതിലേക്ക് എങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു സിറ്റുവേഷനിലാണ് അവരിപ്പോ പോകുന്നത്. ആ ഒരു ചിന്തകളിൽ ആണ് അവർ കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നിങ്ങളെ ചിന്തിക്കുന്നില്ല എന്നല്ല. ഓക്കെ, വേറൊരു കാര്യത്തിലേക്കും അവരിപ്പോൾ പോകുന്നില്ല. സ്പിരിച്വലി അവര് കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ സോളിനെ കൂടുതൽ അറിയുകയാണ്. ദൈവവിശ്വാസം എന്നല്ല പറയുന്നത്, ദൈവവിശ്വാസം ഉള്ളവരുണ്ടായിരിക്കാം, ദൈവത്തോട് കൂടുതൽ അടുക്കുന്നവരുണ്ടായിരിക്കാം. പക്ഷെ മനസ്സിലാക്കുക, അവരുടെ പാഷൻ എന്താണോ അത് മനസ്സിലാക്കി അവർ അതിലൊരു സ്റ്റെബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ്. യൂണിവേഴ്സ് അതിന് തയ്യാറെടുപ്പിക്കുകയാണ് അവരെ. അതാണ് അവർ ഡിവൈനുമായിട്ട് കണക്ട് ആകുന്ന ഒരു ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ഈ സമയത്ത് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരും. അവരുടെ ഒരുപാട് ബാഡ് ആയിട്ടുള്ള ഹാബിറ്റ്സ് ഒക്കെ അവർക്ക് മാറ്റാൻ സാധിക്കും. ഓക്കെ, അവർക്കുള്ള സ്പേസ് നിങ്ങൾ വിട്ടുകൊടുക്കുക, അവരെ ഒന്ന് ഫ്രീ ആയിട്ട് വിടുക. നിങ്ങൾ ഇങ്ങനെ അടച്ചു തൂക്കി അവരെ വെക്കാതിരിക്കുക.
നിങ്ങളിലേക്ക് തന്നെയാണ് അവസാനം, അറ്റ് ലാസ്റ്റ് അവർ എത്തുന്നത് നിങ്ങളിലേക്ക് തന്നെയാണ്. ഓക്കെ, കാര്യം നിങ്ങളടുത്ത് അവർക്ക് വളരെ സ്നേഹമുണ്ട്, നിങ്ങളെ ആലോചിക്കുമ്പോൾ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്ത് അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്പേസ് വേണം, ഫ്രീഡം വേണം എന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഓക്കെ, കാര്യം അവരിപ്പോൾ സ്പിരിച്വലി അവരിപ്പോൾ കണക്ട് ആയിക്കൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്പിരിച്വലി കണക്ട് ആവുന്ന സമയത്ത് അവർ സ്ട്രെങ്ത് കണ്ടെത്തുകയാണ്. എല്ലാത്തിനെയും പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് അവർ കണ്ടെത്തുകയാണ്. ഓക്കെ, ഈ ഒരു റീഡിങ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് കമന്റ് ചെയ്യുക.